ലോകത്തുള്ള പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, അവർക്ക് വലിയ ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് റിസർച്ചുകളുണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്. പക്ഷേ ഈമാനിന്റെ വെളിച്ചം ലഭിച്ചില്ല. ഏറ്റവും വലിയ സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എത്ര വലിയ ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് എത്ര ആളുകളെ രോഗം മാറി എന്നാ പറയുന്നത്. പക്ഷെ ആ ഡോക്ടർ രോഗത്തിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മരുന്നും ഫലിച്ചില്ല. വലിയ വക്കീലാണ്, പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം ഒരു കേസ് വന്നപ്പോ അദ്ദേഹത്തിന് കോടതിയിൽ ജയിക്കാൻ സാധിച്ചില്ല. നല്ല ആരോഗ്യമുള്ളവനാണ്, പക്ഷേ അദ്ദേഹം വഴുതി വീണ് ഊര ഒടിഞ്ഞപ്പോൾ ആരോഗ്യം കൊണ്ട് തടുക്കാൻ സാധിച്ചില്ല. വലിയ പണക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ പണത്തിന്റെ പവർ കൊണ്ട് കുട്ടിക്ക് ബുദ്ധി നൽകാൻ സാധിച്ചില്ല. വലിയ സ്വാധീനമുള്ളവനാണ്, പക്ഷേ അദ്ദേഹം പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു സ്വാധീനത്തിനും തടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ അനുഭവങ്ങളല്ലേ സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്തല്ലേ നാം ജീവിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആളുകളെ നിയോഗിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ നിയോഗിക്കപ്പെട്ട സെക്യൂരിറ്റി തന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞത് നമ്മുടെ രാജ്യത്തിന് അപമാനമല്ലേ? 10,000 തടിച്ചുകൂടിയ സദസ്സിൽ അതേ രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെട്ടത് നമുക്ക് പാഠമല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, അതേ അധികാരമുള്ള രാജാവ് അവന്റെ തീരുമാനപ്രകാരം നടക്കുന്ന കാര്യങ്ങളെ തടുക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അങ്ങനെ ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാവ്, അതാണ് രാജകീയ പദവി അലങ്കരിക്കുമ്പോഴും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അതേ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി, എന്റെ രക്ഷിതാവായ എന്റെ റബ്ബായ അല്ലാഹ്, നീ അധികാരത്തിൽ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്നു. എനിക്കധികാരമുണ്ടെന്നല്ല പറയുന്നത്, ആ സ്വരം യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നിന്ന് വരുന്നില്ല. ഖദ് ആതൈതനീ മിനൽ മുൽക്കി, അധികാരത്തിൽ നിന്ന് നീ എനിക്ക് തന്നിരിക്കുന്നു, അത് നിന്റേതാണ്, എന്റേതല്ല. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസി. അതേ ആരോപണം പറഞ്ഞിരുന്നവരുടെ ആരോപണം അതേ രാജ്യത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ വർഷങ്ങളോളം ജയിലിൽ കിടന്ന മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിമിത്തമായത് അല്ലാഹു നൽകിയ ഒരു വലിയ വിജ്ഞാനമാണ്. അതെന്തായിരുന്നു? സ്വപ്നവ്യാഖ്യാനം എന്ന് പറയുന്ന വിജ്ഞാനമാണ്. ഇപ്പോൾ ചിലർ സ്വപ്നം തന്നെ കാണാൻ പാടില്ലെന്ന് പറയുന്നവരുണ്ട്, വാദിക്കുന്നവരുണ്ട്, സ്വപ്നത്തെ പരിഹസിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്, സ്വപ്നവ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചു തന്നവനാണ് നീ. സ്വപ്നങ്ങളുണ്ട്, അതിന് വ്യാഖ്യാനങ്ങളുണ്ട്, അത് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. അതൊരു വലിയ ഇൽമാണ്. ആ ഇൽമു നൽകപ്പെട്ട ആളായിരുന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാം, അല്ലാഹുവിനോട് വീണ്ടും അനുഗ്രഹം എടുത്തു പറയുന്നു. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ്
ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്ന വിഷയം എന്താണ്? ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ. ഭൂമിയിൽ ഈ ദുനിയാവിലാകട്ടെ പാരത്രിക ലോകത്താകട്ടെ എന്റെ പരിപൂർണ സംരക്ഷകനും സഹായിയും നീ തന്നെയാണ് അല്ലാഹ്. ഇവിടെ ഏത് മലക്കുകൾ മുഖേന എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും, ഏത് മനുഷ്യർ മുഖേന സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും, ഏത് നേതാക്കൾ മുഖേനയോ പണക്കാര് മുഖേനയോ ഡോക്ടർ മുഖേനയോ എഞ്ചിനീയർ മുഖേനയോ ജഡ്ജി മുഖേനയോ വക്കീൽ മുഖേനയോ ഭരണാധികാരി മുഖേനയോ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മുഖേനയോ മറ്റു ഉദ്യോഗസ്ഥന്മാര് മുഖേനയോ ആരോഗ്യമുള്ളവൻ മുഖേനയോ, അതേ ഏത് മനുഷ്യരിലൂടെ, ഏത് മലക്കിലൂടെ, ഏത് മരുന്നിലൂടെ, ഏത് ഓപ്പറേഷനിലൂടെ, ഏത് സംവിധാനത്തിലൂടെ, ഏത് വാഹനത്തിലൂടെ, ഏത് ജന്തുവിലൂടെ, ഏത് ജീവിയിലൂടെ എന്ത് സഹായം ലഭിക്കുന്നുണ്ടോ അതെല്ലാം മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. ആർക്കും ഇവിടെ സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ വിശ്വാസമാണ്. ഇവിടെ ആർക്കെന്തുണ്ടെങ്കിലും കുല്ലും മിൻ ഇൻദില്ലാഹ്, അതെല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്പെഷ്യലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി 5000 മലക്കുകളെ ഇറക്കി കൊടുത്തു. എന്നിട്ടോ ആ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, ഖുർആൻ തന്നെ പറഞ്ഞു, നബിതങ്ങൾക്ക് മുമ്പ് ഒരു മഹാന്റെ ജീവിതത്തിലും ഇതുപോലെ സൈന്യങ്ങളെ ഇറക്കി കൊടുത്ത് സഹായിച്ചിട്ടില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ സത്യം തുറന്നു പറഞ്ഞേരിൽ ശത്രുക്കൾ എറിഞ്ഞു കൊന്നപ്പോൾ ആ എറിഞ്ഞു കൊന്നവരോടൽപ്പവും വൈരാഗ്യം വെക്കാതെ, വിദ്വേഷം വെക്കാതെ, യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. മരണശേഷം ആ മഹാനായ വലിയന് അല്ലാഹു തആല കറാമത്ത് നൽകിയപ്പോൾ, മരിച്ചതിന് ശേഷം മഹാന്മാർക്ക് കറാമത്തില്ലെന്നൊക്കെ വാദിക്കുന്നവർ സമുദായത്തിൽ ഭിന്നതകൾ സൃഷ്ടിക്കാറുണ്ട്. പടച്ച റബ്ബേ, ആ വിവരം കുറഞ്ഞ ന്യൂനപക്ഷത്തിന് സന്മാർഗത്തിന്റെ ശാഖകൾ കൊടുത്ത്, സന്മാർഗം കൊടുത്ത് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നതിൽ നിന്ന് അവരെ നീ മാറ്റി നിർത്തണേ അല്ലാഹ്. മുഴുവൻ പുത്തൻവാദികൾക്കും ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ, സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ 10 പ്രാവശ്യം ഖുർആനോദിയ പ്രതിഫലമാണ്. അത് ഹദീസിൽ വന്നതാണ്. അത് വലിയ പുണ്യമുള്ള സൂറത്താണ്. ആ സൂറത്ത് യാസീൻ മഹാനായ വലി ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞു വന്നപ്പോൾ മഹാനവറുകൾക്ക് അല്ലാഹു തആല വലിയ കറാമത്ത് നൽകി. ആ സമയത്ത് മഹാനവറുകൾ ഖീല ദുഖുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചു. ആ സന്ദർഭത്തിൽ മഹാനവറുകൾ പറഞ്ഞ വാക്കാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്നെ ആക്രമിച്ച ജനങ്ങൾ, എന്നെ എറിഞ്ഞുകൊന്ന ജനങ്ങൾ, ആ ജനങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ല, അവരെ ശപിക്കുകയല്ല,
മറിച്ച് ആ ജനങ്ങൾ എനിക്ക് അല്ലാഹു തആല തന്ന അവന്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച്, എനിക്കല്ല തന്ന കറാമത്തിനെ സംബന്ധിച്ച് അവരറിയുകയും അവര് നന്നാവുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മരണത്തിന് ശേഷവും അക്രമികളായ ജനങ്ങളെ സന്മാർഗം ആഗ്രഹിച്ച മഹാൻ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ മരണശേഷമുള്ള സംസാരം എടുത്തു പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞില്ലേ, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ. ആ മഹാനവറുകൾ അദ്ദേഹത്തെ ആക്രമിച്ച ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നമ്മൾ സൈന്യത്തെ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ സൈന്യത്തെ ഇറക്കി, ആകാശലോകത്ത് നിന്ന് മലായികത്തിന് സൈന്യത്തിനെ ഇറക്കി അതേ ശത്രുക്കളെ നേരിടുക എന്ന പദ്ധതി അത് മുമ്പ് നമുക്ക് പതിവുള്ള സംഗതിയല്ല നബിയേ, നമ്മളത് ചെയ്യാറില്ല. പക്ഷേ അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായ ആദരവിന്റെ ഭാഗമായി ബദ്ർ യുദ്ധത്തിൽ 5000 മലക്കുകളെ ഇറക്കി യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് ആദരിക്കപ്പെട്ട തുല്യതയില്ലാത്ത നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ആ മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5000 മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടും അല്ലാഹു പറഞ്ഞില്ലേ, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സർവ സഹായങ്ങളും ഉന്നതനും ഏറ്റവും വലിയ അറിവുള്ളവനുമായ അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് പറയുന്നത്. അല്ലാഹ് മാത്രമേ സഹായിക്കുന്നവനുള്ളൂ, വേറെ ആരും ഇവിടെ സഹായിക്കുന്നവനില്ല. ജീവിച്ചിരിക്കുന്നവരിലുമില്ല, മരിച്ചവരിലുമില്ല, മലക്കുകളിലുമില്ല, മനുഷ്യരിലുമില്ല, ഡോക്ടർമാരിലുമില്ല, എഞ്ചിനീയർമാരിലുമില്ല, ഭരണാധികാരികളിലുമില്ല, ഉദ്യോഗസ്ഥന്മാരിലുമില്ല, ഒരു സൃഷ്ടികളിലുമില്ല. യഥാർത്ഥ സഹായം നൽകുന്ന രാജാവ് അല്ലാഹു മാത്രമാണ്. പക്ഷേ അവന്റെ സഹായം അവൻ ഡോക്ടർ മുഖേന നൽകുന്നുണ്ട്, മരുന്ന് മുഖേന നൽകുന്നുണ്ട്, ഓപ്പറേഷൻ മുഖേന നൽകുന്നുണ്ട്, അതേ മലക്കുകൾ മുഖേന നൽകുന്നുണ്ട്, അമ്പിയാക്കൾ മുഖേന നൽകുന്നുണ്ട്, ഔലിയാക്കൾ മുഖേന നൽകുന്നുണ്ട്, മുഅ്ജിസത്ത് മുഖേന നൽകുന്നുണ്ട്, കറാമത്ത് മുഖേന നൽകുന്നുണ്ട്. അത് പല വിധത്തിലും നൽകുന്നുണ്ട്. അമ്പിയാക്കളോട് സഹായം തേടിയപ്പോൾ മുഅ്ജിസത്ത് മുഖേന അവർ സഹായിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ വെള്ളം കിട്ടാതെ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ, സഹായം തേടിയപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അനിദ്രിബ് ബിഅസാക്കൽ ഹജർ, ഓ മൂസാ നബിയെ നിങ്ങളുടെ വടി കൊണ്ട് പാറക്കടിച്ച് വെള്ളം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ സഹായം തേടിയപ്പോഴാണ്, വെള്ളം തേടിയപ്പോഴാണെന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ വെള്ളം മുഅ്ജിസത്ത് മുഖേന നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി